അതുകൊണ്ട് നബിക്കാണ് പ്രധാനം, ഒന്നിനുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബിക്കാണ് പ്രധാനം. എന്താണ് പ്രധാനം? എന്ത് പ്രധാനം? എന്ത് പ്രധാനം? എന്ത് പ്രധാനം? നമുക്കറിയാത്ത രഹസ്യത്തിന് മേൽ അള്ളാഹു നബിയെ സ്നേഹിച്ചു എന്നുള്ള പ്രധാനം. അത് പ്രധാനം. അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി നമുക്ക് ഇല്ല. അതില്ല. അതാണ് നമുക്കറിയാത്ത രഹസ്യത്തിന് മേൽ അള്ളാഹു നബിയെ സ്നേഹിച്ചു. എന്താണത് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരല്പം മനസ്സിലാക്കി നീ വലിയോ. നബിയുടെ താരീഖ് പഠിച്ചാൽ നിനക്ക് പ്രഭാഷണം നടത്താം. നബിയുടെ താരീഖ് പഠിച്ചാൽ നിനക്ക് പ്രഭാഷണം നടത്താൻ നീ വിലായത്തിലാവില്ല. വിലായത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം അറിയില്ല, രഹസ്യത്തിന് അല്പഭാഗം അറിയാം എന്നാ വലിയോ. പിന്നെ അയാൾക്കത് മതിയാവും. പിന്നെ അവിടെ അയാൾ പോരൂല, അയാൾക്കത് മതിയാവും. وهو خاتم رسلا أتوا سابقوا له وناصير ذاك الحق بالحق مقبسي وهادي إلى خير الصراط صراطك الجليل المستقيم النهج غير مدلس مع الآل حق القدر قدر نبينا ومقداره العالي العظيم التأسسي شهودي لعين الذات طيابا للعيشاء حرف الشين قديما أتاني نوره حيث ما رشا أتاني أهواه قبل أن نعرف الهوى فإني محب المصطفى الدهر ما غشا عليه صلاة ربه حق قدره بها حيث ما ألقى الأمين الذي بشا عليه صلاة ربه حق قدره مدى الدهر من عبد قديم له هشا عليه صلاة الله ثم سلامه صلاة تزين العبد والترس والنقشا فمن عاش يوما باحتراف وحكمة فإني بذكر للحبيب يرى العيشا عليه صلاة الله ثم سلامه به أبدا نلقى الذي يورث الطيشا على الدرة البيضاء أزكى صلاته صلاة وتسليما تضيء لنا العطشا عليه صلاة الله في كل طرفة بها يلتقي الأعداء من حضرته بطشا عليه مع الآل الكرام وصحبه صلاة من المولى ترش بها رشا ولا تجزني എനിക്ക് നീ പ്രതിഫലം തരരുത് യാ റബ്ബി, എൻ്റെ റബ്ബേ, ഫിഅലി, എൻ്റെ കർമ്മത്തിന്, സയ്യിഅൻ വല ഹസനൻ, ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും. ചീത്തക്ക് എനിക്ക് പ്രതിഫലം വേണ്ട, നല്ലതിനും വേണ്ട. നല്ലതിനും പ്രതിഫലം വേണ്ട. എൻ്റെ നന്മയോ തിന്മയോ നോക്കി നീ എനിക്ക് പ്രതിഫലം തരരുത്. ബൽ ബിൽ ജമാലിൽ മുഖദ്ദസി, ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകിനെ കൊണ്ട് മാത്രമേ എനിക്ക് പ്രതിഫലം തരാവൂ. അതാരാ? മുഹമ്മദ്. ആ നബിയെ കൊണ്ടേ എനിക്ക് പ്രതിഫലം തരാവൂ. എൻ്റെ കർമ്മത്തിന് പ്രതിഫലം തരരുത്. എൻ്റെ കർമ്മം ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ ചീത്തയാവും. അതൊരു ഒഴിയലുമാണ് സത്യത്തിൽ. നല്ലതിനും വേണ്ട അറിയുമ്പോൾ പിന്നെ നീ മനസ്സിലല്ല, നല്ലതും വേണ്ട. സ്വർഗത്തിന് ഏതായാലും നല്ലതിനൊക്കെ പ്രതിഫലം തരണം, മറ്റേ വിട്ട് ഒഴിവാക്കണം. അങ്ങനെയല്ല. എനിക്ക് എന്ത് വേണ്ട? ഞാൻ ചെയ്ത നല്ലതിനും പ്രതിഫലം വേണ്ട, ചീത്തക്കും വേണ്ട. കർമ്മങ്ങളൊക്കെ വിട്ടാളാ. ബൽബിൽ ജമാലിൽ മുഖദ്ദസി, ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകിനെ കൊണ്ട് മാത്രമേ എനിക്ക് പ്രതിഫലം തരാവൂ. അത് മുഹമ്മദ്. ഭയങ്കര, അത് ഭയങ്കര. എന്ന് ولا تجزني يا رب فعلي سيئا ولا حسنا بل بالجمال المقدس. ലാഭത്തിനെ ഒഴിവാക്കി. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ നബിയിൽ മാത്രം അവലംബിക്കുക. ആ നബിയെ കൊണ്ട്, നബിക്ക് ഞാൻ ചെയ്തു കൊടുത്ത സ്വലാത്തിൻ്റെ പ്രതിഫലം പോലും അല്ല പറയണത്. നബി
അപ്പോൾ അവിടെ എന്തുണ്ടാവും? നബിക്ക് ചില റെക്കമെൻഡേഷൻ ഉണ്ടാവും. മനസ്സിലായില്ല? നബിയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രം രക്ഷപ്പെടുക അത് വലുതായിരിക്കും. ഉദാഹരണം പറയാം, എല്ലാവരും വട്ടത്തിരുന്ന് ചോറുന്നപ്പോൾ ഒരുത്തനെ വിളിച്ചു. അപ്പോൾ ഞാൻ സർവീസ് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് പിന്നെ സർവീസ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. എന്തുകൊണ്ട് മനസ്സിലായി? അപ്പോൾ ചിലരൊക്കെ അവനോട് എന്ത് പറയുന്നുണ്ടാവും? ഈ കൂട്ടത്തിലിരുന്നോ, അതൊരു ചുരുക്കല്ലേ, ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇതെല്ലാം ഈ ഫോട്ടോ ഇതൊക്കെ ഓൻ ഒഴിവാക്കുകയാണ്. എന്തിന്? ഓൻ ഒറ്റക്ക് കിട്ടിയ ഓൻ മനസ്സിലായില്ല, ഓൻ ഇഷ്ടമുള്ള തരത്തിൽ നിന്നാ. ഞാൻ അബുദാബിയിലെ പിന്നെ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. 2013 ഞാൻ അബുദാബിയിലെ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു കൊട്ടാരത്തിൽ. വേറെയും ആളുകളുണ്ട്, ഞാനും ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്. അങ്ങനെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കാണാതെ ഭക്ഷണം. പക്ഷേ 2 മിനിറ്റ് 3 മിനിറ്റ് രാജാവ് എണീക്കനോട് കൂടെ പെടപെടപെടോന്നാണ്. ഇവരൊക്കെ ഇത് ആക്റ്റാണ്. നമ്മൾ ഇവനോട് ഇരിക്കാൻ പറ്റുമോ? അബുദാബിയിലെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥിയാ. അപ്പോൾ രാജാവ് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജാവ് എണീറ്റു. അപ്പോൾ പെട്ടോന്നൊക്കെ എണീറ്റു. ഇവർക്കൊക്കെ എന്തുണ്ടാവും? തിന്നണമെന്നുണ്ടാവും. പക്ഷെ രാജാവ് എണീറ്റപ്പോൾ ഇരിക്കാൻ പാടില്ലല്ലോ. ഞാൻ എണീറ്റു. ഞാൻ ഈ ഭക്ഷണം ഓർത്ത് എത്രയോ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് തൊട്ടു നോക്കാൻ വരെ കഴിഞ്ഞില്ലല്ലോ. നമ്മളിഞ്ഞ ജീവിതത്തിൽ ആ ഭക്ഷണം കാണൂല്ല. അവിടെ അന്ന് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 3 ആളാണ്, ഞാനും പിന്നെ 2 ആളും. ഒരു എണീറ്റു. ഒരുക്കും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മനസ്സോടെ ഞാൻ എണീറ്റു. പൊതുവെ ഞാൻ ഭക്ഷണപ്രിയനാണ്. പൊതുവേ ഞാനൊരു ഭക്ഷണപ്രിയനാണ്. പൊതുവെ പിന്നെ ആ ഭക്ഷണം അങ്ങനെ കണ്ടിട്ട് നമ്മൾ അത് ഓരോന്നിൻ്റെ രുചി, ആ ഓരോ ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാക്കാൻ തന്നെ ഒരു 1/4 മണിക്കൂറാണ്. അതാണ് ഇവിടെ 3 മിനിറ്റിൽ എണീറ്റ്. അതിമനോഹരമായ പാത്രങ്ങളിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ ഭംഗി! അപ്പം മനസ്സിലായി. അത്തരം വേദികൾ പിന്നെ നല്ലത് എന്താ? ഒറ്റക്ക് നല്ലത്. ഞങ്ങൾ തിരക്കണ്ട് പോവുകയാണ്, ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞ നമ്മളെന്നെ ഏൽപ്പിച്ചെന്നാൽ അല്ലെന്തില്ല സന്തോഷം നമ്മളവിടെ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ. എന്തെന്നറിയാം, എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും നന്മയും തിന്മയും നോക്കി തുലാസിൽ നോക്കി എന്ത് നന്മക്ക് നല്ല പ്രതിഫലം, മറ്റേ ചീത്തക്ക് ശിക്ഷ. ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നല്ലതിനും പ്രതിഫലം വേണ്ട. എനിക്ക് നബിയെ കൊണ്ട് മതി. എന്തിനു കിട്ടുകയാണെങ്കിൽ നബിക്ക് ഞാൻ ചൊല്ലിക്കൊടുത്ത സ്വലാത്ത് പോലും അല്ല, ബൽബിൽ ജമാലിൽ ആ അഴകാണ് എനിക്ക് വേണ്ടത്. ആ അഴക് ഒന്ന്. ഇനി രണ്ടാമത്തെ അർത്ഥം, ആ അഴകിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഞാൻ സ്വർഗത്തെ പോലും അല്ല. ആ അഴക് എവിടെ പോകുന്നോ അവിടേക്ക് നീ എന്നെ എത്തിച്ചാൽ മതി. ആ അഴകാൻ ദിവസം നരകത്തിലൂടെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നെ അവിടേക്ക് വിട്. മനസ്സിലാവണ്ട പറഞ്ഞു. ഞാൻ നബിക്ക് ചൊല്ലിക്കൊടുത്ത സ്വലാത്ത് അതും പ്രതിഫലത്തിൽപ്പെടും, ഹസനിൽപ്പെടും. അതിവിടെ ആവശ്യമല്ല. വലാ തുജ്സിനി, നീ എനിക്ക് ജസ നൽകരുത്. യാ റബ്ബി റബ്ബി ഫിഅലിയ, എൻ്റെ കർമ്മത്തിന് സയ്യിഅൻ വലാ ഹസനൻ, ചീത്തക്കും നന്മക്കും വേണ്ട പ്രതിഫലം. ബൽ ബിൽ ജമാൽ, ആ അഴകിനെ കൊണ്ട് നൽകിയാൽ മതി. ആരാണ് അഴക്? മുഹമ്മദ്. ആ അഴകിനെ നീ എനിക്ക് എപ്പോഴും കണ്ണിൽ കാണിച്ചെന്നാൽ മതി. ഞാൻ അഴകിനെ കൊണ്ട് വല്ലതും അതിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് കിട്ടുമോ? അത് മതിയും. ആ കുറച്ചായിരിക്കുമല്ലോ. എന്ത് അതല്ലേ കൂടുതൽ? ആ ക്ഷണിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ ഞാൻ രാജാവിൻ്റെ ക്ഷണിതാവായിട്ട് പോവുകയാണ്. അങ്ങനെ 2013 സംഭവം. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ ഇൻ്റർകോണ്ടിനെൻ്റിൽ പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ റൂം ഒക്കെ രാജാവിൻ്റെ വകയാണ്. അങ്ങനെ വൈകുന്നേരം ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞു, എന്തെങ്കിലും ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്, ഭക്ഷണമെല്ലാം നമുക്ക് എല്ലാ ഭക്ഷണവും കാര്യം എല്ലാം അവിടെ ഉണ്ട്.
രാജാവിൻ്റെ അതിഥിയല്ലേ. അപ്പോൾ വൈകുന്നേരം ഒരാൾ വന്നിട്ട്, ഒരു അറബി വന്നിട്ട് എന്ത് പറഞ്ഞു, ഒരു കവറ് തന്നു, എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ തൽക്കാലം എന്ന് പറഞ്ഞാൽ കവർ തന്നു പോയി. അവൻ നോക്കുമ്പോൾ $4000 ഉണ്ട്. തൽക്കാലം ചായയും കടി മനസ്സിലായില്ല. അതെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരാൾ എനിക്ക് വലിയത് തന്നാൽ ഒരു 10,000 തരൂല, തന്നെ വലിയ തരാം. രാജാവ് ചെറിയത് തന്നതാപ്പം എനിക്ക്. ഞാൻ തന്നെ വിചാരിക്കണം, എന്താ ഞാനൊരു ദുർബലനായ സാധു, എനിക്കെന്നെ $4000 തന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ ലോകത്തിൻ്റെ പല അപ്പോൾ ഒരു എത്ര കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ വലിയത് തരലും രാജാവിൻ്റെ ചെറിയത് തരലും നോക്കുകയാണെങ്കിൽ നല്ലത് എന്താ? പറയടോ, ഏകദേശം $4,00,000 അതെന്തിനാണ്? ചോറും ചായയും പള്ള നിറച്ചിവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പാനിപൂരിയൊക്കെ തിന്നാൻ വേണമെങ്കിൽ തിന്നോളിന്ന് പറഞ്ഞിട്ട് ഒരു പാനിപൂരിയൊക്കെ തിന്നാൻ വേണ്ടി തന്നാണ് എത്ര? $4,000. $4,00,000 $4,00,000 അടുത്തായില്ലേ? 3,00,000 എങ്ങനെ മേലെയില്ലേ? അതിപ്പോൾ എന്തിനാണ്? അത് ഒരു 5-8 ദിവസത്തിനവിടെ പാനിപൂരി തിന്നാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ രാജാവ് ഒരു പൈസ തരും ചെയ്തു. അതെത്രയും ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബോധം കിടും. അതെത്രയും നന്നാ നിങ്ങളിപ്പോൾ ബോധം കിടും. അത് പറയില്ല. നിങ്ങളിത് ചിന്തിക്കും, ഭയങ്കര ചിന്തിക്കല്ലേ ഇത്. അതാണിപ്പോൾ പറഞ്ഞത്. അതായത് വലിയ ആളിൽ നിന്ന് കിട്ടുന്നതിന് കാത്തിരിക്കുക. എനിക്ക് നബിയെ കൊണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി. അത് അതിന്ന് ചെറിയത് കിട്ടിയാലും ഈ വലിയതിൻ്റെ അപ്പുറത്താണത്. മനസ്സിലുണ്ട്? അതാണ് എനിക്ക് ഞാൻ ചെയ്ത നന്മ. രാവും പകലും തിന്മ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹറാമിലേക്ക് എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പം ചീത്തല്ല. അപ്പം ജീവിതം മുഴുവൻ എന്താണ്? നന്മ. അതിന് പ്രതിഫലം വേണ്ട. നബിയെ കൊണ്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി. അതാണ് വിളവ്. ഒരു കണക്കിലല്ല, അതെല്ലാ കണക്കിലും വിളവാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞത് ആ മനുഷ്യൻ്റെ സമർപ്പണമാണ്. ആർക്ക്? റസൂലുള്ളാഹിക്ക്. അല്ലേ കഴിയില്ല, അതെല്ലാം കഴിയില്ല. നബി ആളെ സ്വീകരിക്കും വേണ്ടേ? പറഞ്ഞാൽ പോരല്ലോ, ആ ആളെ നബി സ്വീകരിക്കണ്ടേ? നബി ഒരാളെ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അയാൾ വിരണ്ടേ? അല്ലെ അപ്പം നബി സ്വീകരിക്കും. അത് ആ ബോധമാണ്. അത് എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടന്ന് അടച്ചാൽ നബി വരുന്നുണ്ടാവും, യഖ്ലത്തിൽ നബി വരുന്നുണ്ടാവും. ഇപ്പം നമ്മളെപ്പോലത്തെ ഒരാൾ നബിയുടെ ആളാന്ന് പറയാൻ നബിക്ക് മോശം ഉണ്ടാവും. അങ്ങനെയുണ്ടല്ലോ. ഒരാൾ ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ ഒരുത്തന്നെ അങ്ങാടി കൂടെ നടക്കണം. ഒരുത്തന്നെ പിന്നെ ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ ഓന് കല്യാണമൊക്കെ എവിടെ എത്തിവെച്ച് അതൊക്കെ ഏകദേശം കളറാണ്. അപ്പം എന്താ ഇത് വെച്ച് ഇപ്പം പകുതി സമ്മതമായിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ കെട്ടാൻ അപ്പം തീരുമാനിച്ചത്. ഓന് അങ്ങാടി കൂടി പണിയില്ലാതെ നടക്കുകയാണ്. അതിൻ്റെ പകുതി സമ്മതമായി എന്നാണ്. പകുതി വന്നാൽ കെട്ടാൻ ഓന് സമ്മതമാണ്. ഇപ്പോൾ ഓളെ സമ്മതം കൂടി കിട്ടണം. അത്രയും പറഞ്ഞത്. ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകൾക്കോ ഉണ്ണിക്കമ്മ സാഹിബിനെ അപ്പോൾ ഈ അങ്ങാടി തെണ്ടി എടുക്കണോ അയാളെ മകളെ പ്രേമിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ മാനക്കട എത്രയാണ്? അയാൾക്കത് വരുമ്പോൾ വലുപ്പത്തര എത്രയാണ്? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് തൂക്കി വെക്കണം. ഞാൻ പ്രേമിക്കേണ്ടത് ആരെയാണ്? ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ എന്ന് പറഞ്ഞാൽ ഓൻ്റെ വലുപ്പത്തര എത്രയാണ്? അതേ സമയത്ത് ഉണ്ണിക്കമ്മ സാഹിബിനോട് പോയി പറയുകയാണ്, അല്ലെങ്കിൽ ആ പെണ്ണിനോട് പോയി പറയുകയാണ്, ആ അങ്ങാടി പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നടക്കണ ആ മമ്മൂദ് തന്നെ പ്രേമിക്കേണ്ട പറഞ്ഞാൽ തല വിട്ടൂര്. അതിന് മാനക്കട എത്രയാണ്? ചിന്തിയോ? ഞാൻ നബിൻ്റെ ആളാന്ന് ഓൻ എൻ്റെ ആളാന്ന് നബി പറയാ, ജിൻ്റെ ആളാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ, യഖ്ലത്തിലും മനാമിലും പറയാ, യഖ്ലത്ത് തന്നെ വന്ന് പറയാ. ഇന്നിപ്പോൾ നബിയെ യഖ്ലത്തിൽ കാണുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ കേൾക്കാം. ഇന്ന് എത്ര ദുർബലമായ വിജ്ഞാന ലോകം എന്നതിന് ഏറ്റവും വലിയ തെളിവായത്. നേരിട്ട് സ്വപ്നത്തിലല്ലാതെ നബിയെ കാണുമോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായം.
എന്തുകൊണ്ട്? വിജ്ഞാനം അത്രയും ദുർബലമായി പോയി. എൻ്റെ ആയുസ്സിൽ മുഴുവൻ ഞാൻ നബിയെ യഖ്ളത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ. ഈ വിഷയത്തിൽ ഇമാം ഗസ്സാലിക്ക് കിതാബുണ്ട്. റസൂലുള്ളാഹിനെ യഖ്ളത്തിൽ കാണുമെന്ന വിഷയത്തിൽ കിതാബുണ്ട് ഇമാം ഗസ്സാലിക്ക് റളിയല്ലാഹു. അപ്പം നോക്കണേ, നമ്മളെ കാലഘട്ടം വന്നപ്പോഴത്തേന് വിജ്ഞാനം എത്ര ദുർബലമായി പോയി. ഇതിന് മനുഷ്യൻ്റെ ആയുസ് മുഴുവൻ റസൂലുള്ളാഹി നേരിട്ട് കണ്ടതാണ്. നേരിട്ട് നബിയെ കാണുക. അപ്പം ആ ബന്ധാണ് നബി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബന്ധാണ്. അല്ലാത്തൊരാളെ മുന്നിൽ നബി വരൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും അയാളെ പ്രേമിക്കണം. നബിയും അയാളെ പ്രേമിച്ചാലല്ലേ നബി അയാളെ പ്രേമഭാജനത്തെ തേടി വരുള്ളൂ. അങ്ങോട്ട് പലർക്കും പറയാലോ, ഇങ്ങോട്ട് പറയാൻ മാത്രം അയാൾ ഉണ്ടാവണം. അതാണ് പറഞ്ഞത് ബിൽ ജമാലിൽ മുഖദ്ദസി, അപരിശുദ്ധമാക്കപ്പെട്ട അഴക്. അതിനും ഒരു വ്യാഖ്യാനമുണ്ട്, അത് പറയാൻ പറ്റൂല, എനിക്കറിയൂയില്ല. പരിശുദ്ധമാക്കപ്പെട്ട അഴക് എന്ന നബിയെ പറ്റി പറഞ്ഞു. പരിശുദ്ധമാക്കപ്പെട്ട അഴകാണ് നബി. അതിൻ്റെ ഒന്നും അറിയൂല, അപ്പുറത്തേക്ക് നമുക്ക് അറിയേയില്ല. കുറച്ചറിയാൻ പറയാനും പറ്റൂല. ധാരണയാണ്. എന്താണ് ഈ അൽ ജമാലുൽ മുഖദ്ദസ് എന്നതിനെ കുറിച്ച് എനിക്കൊരു ധാരണയാണ്, ഞാനല്ല, പക്ഷെ അത് പറയാൻ പറ്റൂല. ആരാണ് ഈ നബി? അൽ ജമാലുൽ മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ട അഴക്, അതാണ് നബി, അതാണ് മുഹമ്മദ് മുസ്തഫ. അൽ ജമാലുൽ മുഖദ്ദസ് ആണ്, പരിശുദ്ധമാക്കപ്പെട്ട അഴകാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ചിന്തിക്കണം. അതുകൊണ്ടാണ് അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത്, അവിടേക്ക് നബിയെ ചവിട്ടിച്ചത്. അല്ലെങ്കിൽ ദൂരെ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ബഹ്റുൻ നൂറിൽ ചവിട്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാല് കൊണ്ട് ചവിട്ടി, ആ ബഹ്റുൻ നൂറിലൊക്കെ ചവിട്ടി. ജിബ്രീലിന് പോലും അനുവദനീയമല്ലാത്ത ലോകത്ത് റസൂലുള്ളാഹിനെ ചവിട്ടി. ജിബ്രീലോ അഴകിൻ്റെ അഴക, പക്ഷെ ആ ജിബ്രീൽ പോലും കുതിക്കുന്ന അഴകാണ് മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ചവിട്ടുകയാണ്. ഉദാഹരണം പറയാം, അപ്പോൾ രാജാവിനെ ചവിട്ടാനുള്ള പരവതാനി വിരിച്ചു. നമ്മളെപ്പോലത്തെ ആളുകൾ അതിന് ചെല്ലുമ്പോൾ എന്താ പറയാ? കിടക്കല്ലേ, നോക്കിക്കോ. മനസ്സിലായില്ല. നാളെ രാജാവ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ രാജാവിന് കയറിപ്പോകാനുള്ള പരവതാനി വിരിച്ചിട്ടുണ്ട്. നമ്മളവിടെ എത്തിയ എന്താ പറയാ? അന്യർക്ക് പ്രവേശനമില്ല. നമ്മൾ വന്നാൽ അത് തൽക്കാലം അവിടെ എന്താണത്? മനസ്സിലായില്ല. അവിടെ അത് നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ പോലും അതൊരു ടൂറിസം എന്ന നിലയിലാണ് കാണിച്ചു തരുന്നത്. എന്തിന്? രാജാവിന് കിടക്കാനുള്ള നാളെ പ്രവേശിക്കാനുള്ള പരവതാനി ഇന്ന് കാണിച്ചു തരുന്നത് 500 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്താണ് കണ്ടുപോകാം. എന്തിനു പറ്റൂല? ചവിട്ടാൻ പറ്റൂല. കാരണം അത്രയും വില ഉള്ളതാണത്. നമ്മളെ അവിടെ ചവിട്ടാൻ മാത്രം നമ്മുടെ കാല് ഇല്ല. ഇനി രാജാവ് അവിടെ ചവിട്ടിയാൽ രാജാവിൻ്റെ അത്ര ഇതില്ല. നിങ്ങളെൻ്റെ കൂടല്ല. രാജാവ് ബഹറുന്നൂറിൽ നബി ചവിട്ടിയപ്പോൾ നബിയുടെ അത്ര ബഹറുന്നൂറില്ല. ജിബിരിനെ അവിടെ ചവിട്ടിച്ചില്ല. അവിടെ ചവിട്ടാൻ ജിബിരിലില്ല. അതാണ് അന്തം. അതിനാണ് അന്തം എന്നറിയാം. അവിടെ ചവിട്ടാൻ ആരില്ല, ജിബിരിലില്ല. മറ്റേതോ നബി ചവിട്ടാനേ അതുള്ളൂ. ബഹ്റുന്നൂറിൽ എന്തുകൊണ്ട് നബി ചവിട്ടി അള്ളാന്റെ ആന്തരത്തിലേക്ക് പോയി? നബിക്ക് ചവിട്ടാനേ ബഹ്റുന്നൂറുള്ളൂ. ജിബ്രീലിനോട് അങ്ങനെ നടക്കണ്ടെന്നും പറഞ്ഞു. എന്തേ? അവിടെ ചവിട്ടാൻ മാത്രം ആരില്ല, ജിബ്രീലില്ല. ജിബ്രീലിനുണ്ട് നിരോധിത മേഖല. റസൂലുള്ളാഹിക്ക് സൃഷ്ടികളിൽ നിരോധിത മേഖലയല്ല, നബിയിൽ നിരോധിത മേഖല ഉണ്ട്. തിരിഞ്ഞില്ല. നബി എല്ലായിടത്തും പോകൂല. നബി മനസ്സിലായില്ല. നബി പോയോ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. നബി ചവിട്ടിയോ? നബി ചവിട്ടി എന്നുള്ളതാണ് എൻ്റെ വലുപ്പത്തരം. നബി എന്നെ ചവിട്ടിയിട്ടുണ്ട്. ജിബ്രീലിനോ നിങ്ങൾ കിടക്കണ്ടെന്ന് പറഞ്ഞു. ദാനി തഖദ്ദം, നിങ്ങൾ എന്നെ വിട്ട് നിങ്ങൾ പോയിക്കോളി. ബഹ്റുന്നൂർ ജിബ്രീലുൽ വഖഫ് ഹത്താ ഇദാ
ബഹറിനൂരെത്തിയപ്പോൾ ജിബ്രീൽ വഖഫ്, ജിബ്രീൽ അവിടെ നിന്നു. ഞാൻ തഖദ്ദം, എന്നെ വിട്ട് നിങ്ങൾ പോയിക്കോളി, എനിക്ക് അവിടെ പോകാൻ പറ്റൂല എന്നുണ്ട്, എനിക്ക് നിയമമാണ്, അവിടെ പോകരുത്, അന്യർക്ക് പ്രവേശനമില്ല. ജിബ്രീലും അന്യനായ സ്ഥലമുണ്ട്, നബി അന്യനായ സ്ഥലം. നബി അഷ്റഫുൽ ഖൽഖാണ്. നബി അന്യനായ ഒരു സ്ഥലം ഇല്ല. അതുകൊണ്ടാണല്ലോ നബി കടന്ന മണ്ണിന് അർശിനേക്കാൾ വില ഉണ്ടായത്, കുർസീനേക്കാൾ വില ഉണ്ടായത്. അതിൻ്റെ ഒരു മാത്രം ഒരിക്കൽ നബി അവിടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഹിജ്റ 11 റബീഉൽ അവ്വൽ മുതൽ AD 632 മുതൽ നബി ആ മണ്ണിൽ കിടക്കുകയാണ്. അതാ മണ്ണിന്റെ ഷറഫാണ്. അർശും കുർസിയിന് പോലും കിട്ടാത്ത പവിത്രതയാണ്. ഒരിക്കൽ നബി അർശിലും കുർസിയിലും വന്നു പോവുകയാണ്, ബഹറുൽ നൂറിൽ നബി വന്നു പോവുകയാണ്. ഈ മണ്ണിൽ നബി കിടക്കുകയാണ്, 1000 ചില്ലാനം കൊല്ലായി കിടക്കുകയാണ്. അപ്പൊ ആ മണ്ണിന്റെ വില എന്തിനില്ല? പറ, എന്തിനില്ല? അർശിനും കുർസിയിനും ഇല്ല. എന്തുകൊണ്ട്? നബിക്കാണ് പ്രധാനം, ഒന്നിനുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബിക്കാണ് പ്രധാനം. എന്താണ് പ്രധാനം? എന്ത് പ്രധാനം? എന്ത് പ്രധാനം? എന്ത് പ്രധാനം? നമുക്കറിയാത്ത രഹസ്യത്തിൻ്റെ മേൽ അള്ളാഹു നബിയെ സ്നേഹിച്ചു എന്നുള്ള പ്രധാനം. അത് പ്രധാനം. അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി നമുക്ക് ഇല്ല, അതില്ല. അതാണ് നമുക്കറിയാത്ത രഹസ്യത്തിന് മേൽ അള്ളാഹു നബിയെ സ്നേഹിച്ചു. എന്താണത്? പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരല്പം മനസ്സിലാക്കിയ നീ വലിയോ. നബിയുടെ താരീഖ് പഠിച്ചാൽ നിനക്ക് പ്രഭാഷണം നടത്താം. നബിയുടെ താരീഖ് പഠിച്ചാൽ നിനക്ക് പ്രഭാഷണം നടത്താൻ നീ വിലായത്തിലാവില്ല. വിലായത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം അറിയല്ല, രഹസ്യത്തിന് അല്പഭാഗം അറിയാം. എന്നാ വലിയോ. പിന്നെ അയാൾക്കത് മതിയാവും. പിന്നെ അവിടെ അയാൾ പോരൂല, അയാൾക്കത് മതിയാവും. നോക്ക്, لا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس يا رب البرية صليا على سيد الأكوان وارحم تنفسي لا تنفسي الله يا الله يا ربي رب البرية ഈ സൃഷ്ടിജാലങ്ങളുടെ റബ്ബേ സൊല്ലിയൻ, നീ സ്വലാത്ത് ചൊരിയണം അലാ സയ്യിദുൽ അക്വാൻ, എല്ലാ പ്രപഞ്ചങ്ങളുടെയും നേതാവായ മുസ്തഫ നബിയുടെ മേൽ. വറഹം, നീ എന്നോട് കരുണ കാണിക്കണം. തനഫസി, എനിക്ക് നീ ആശ്വാസം അരുളുകയും വേണം. വറഹം തനഫസി, തനഫസി, നീ എനിക്ക് ആശ്വാസം അരുളുകയും വേണം, എനിക്ക് നീ കരുണ ചെയ്യുകയും വേണം. പിന്നെ ആരമിൽ മുഹമ്മദിന വൽ ഫാത്തിഹിൽ മുതഹഖിഖിൽ അലി لما أغلقته المتلمسي മുഹമ്മദിന, നമ്മുടെ മുഹമ്മദ് മുസ്തഫയുടെ മേൽ, വൽ ഫാത്തിഹി, ഫാത്തിഹായ ഹബീബായ നബിയുടെ മേൽ, അൽ മുതഹഖിഖി അലി, മേൽമത്തരം ഉറപ്പുള്ള നബിയുടെ മേൽ, മേലെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഫാത്തിഹിന്റെ മേൽ, അൽ ഫാത്തിഹിൽ മുതഹഖിഖിൽ അലി, മേൽമത്തരം ഉറപ്പുള്ളവനായ ആ ഫാത്തിഹിന്റെ മേൽ, തുറന്ന ഒരാളെ മേൽ. എന്തിനെ തുറന്നു? ലിമാ അഗ്ലഖ്തഹു, നീ പൂട്ടിവെച്ചതിനെ തുറന്ന ആൾ. അൽ മുതലമ്മിസി, സത്യത്തെ തേടി നടന്ന ആൾ, നേരിനെ തേടി നടന്ന ആൾ. നീ പൂട്ടിയതിനെ തുറന്ന ആൾ. നീ പൂട്ടിയതിനെ തുറന്നാൽ ഈ തുറക്കാൻ പാടില്ല എന്നുള്ളതല്ല, അത് തുറക്കാൻ ഒരാളെ നീ ഏൽപ്പിച്ചിട്ടുള്ളൂ, ആ ആളാണിത്. അൽ ഫാത്തിഹി, തുറന്ന ആൾ. എന്തിനെ തുറന്നു? ലിമാ അഗ്ലഖ്തഹു. അൽ ഫാത്തിഹിന്റെ രണ്ടാമത്തെ ഒരു സിഫത്താണ് എന്ത്? അൽ മുതഹഖിഖിൽ അലി, മേൽമത്തരം ഉറപ്പുള്ളവനായ തുറന്ന വ്യക്തി. തുറന്ന വ്യക്തിയാണ് ഈ ആൾ. ആരുമാണ്? അൽ മുതഹഖിഖിൽ അലി, മേൽമത്തരം ഉറപ്പുള്ള വ്യക്തിയാണ്, തുറന്ന ആളുമാണ്. എന്തിനെ തുറന്നു? ലിമാ അഗ്ലഖ്തഹു, നീ പൂട്ടിവെച്ചതിനെ തുറന്നു. അൽ മുതലമ്മിസി, നേരിനെ തേടി നടക്കുന്നവനായ മുഹമ്മദ് മുസ്തഫ. വഹുവ ഖാതിമുൻ, നബി അവസാനത്തെ ആളാണ്. റസൂലൻ, മുർസലീങ്ങളാൽ അവസാനത്തെ ആളാണ്. അതൗ സബഖു അതൗ, അവരെല്ലാം വന്നു. സബഖു, മുൻകടന്നവരായിട്ട് വന്നു. ലഹു, ഇയാൾക്ക്.
അവരെല്ലാം ഇയാൾക്ക് മുൻകടന്നവരായി വന്നു. അതിന്റെ അവസാനത്തെ ആളാണ് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വനാസിരി വഹുവ ഖാതിമു റസുലൻ അതൗ സബഖൂലഹു, പിന്നെ ഖാതിമാണ് വനാസിറു. വനാസിറു ദാക്കൽ ഹഖി, ആ സത്യത്തെ സഹായിച്ച ആളുമാണ്. ബിൽ ഹഖി, സത്യം കൊണ്ട് സത്യത്തെ സഹായിച്ച ആളാണ്. വനാസിറു വനാസിറു ഹുവ ഖാതിമു റസുലൻ അതൗ സബഖൂലഹു വനാസിറു ദാക്കൽ ഹഖി ബിൽ ഹഖി മഖ്ബിസി. നാസിറു ദാക്കൽ ഹഖി, ആ സത്യത്തെ സഹായിച്ച ആളാണ്. ബിൽ ഹഖി, സത്യത്തെ സത്യം കൊണ്ട് സഹായിച്ചു. സത്യം കൊണ്ട് സത്യത്തെ സഹായിച്ചു.